നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനി റയൽ താരങ്ങൾ എത്തിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. മധ്യനിരയിലേക്ക് താരത്തെ വേണം എന്നുള്ളത് ഹോസെ മൊറീഞ്ഞോ പറഞ്ഞിരുന്നെങ്കിലും അത് സാധ്യമായിട്ടില്ല. റോഡ്രി വരില്ല. എന്നാൽ ഇനി മറ്റു നീക്കങ്ങളില്ല എന്ന് കേൾക്കുന്നു. ഇപ്പോൾ ഡയമണ്ട്, അതുപോലെ തന്നെ ബെർണാഡോ സിൽവ, ഡംഫ്രീസ്, ഇബ്രാഹിമ കൊനാറ്റെ, അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളെ അവർ ടീമിലേക്ക് എത്തിച്ച ഒരു ട്രാൻസ്ഫർ വിൻഡോയാണ് ഈ കടന്നു പോകുന്നത്. കുക്കറയെ അവർ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള താരങ്ങളൊക്കെ എത്തിച്ച് ഒരു പുത്തൻ ഗലാക്റ്റിക്കോയാണ് ഇവിടെ ഫ്ലോറന്റിനോ പെരസ് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആവേശത്തിലാണ് ആരാധകർ. വിനി ജൂനിയറെ കൈവിട്ടില്ല. അദ്ദേഹത്തെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് 2032 വരെ അവിടെ സൈൻ ചെയ്യിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരു ഗലാക്റ്റിക്കോ സൈനിങ് ആണോ സംഭവിച്ചത്? അതല്ല, ഇത് ശരിക്കും വേഴ്സ്റ്റ് ആയിട്ടുള്ള സൈനിങ് ആണോ എന്നൊരു ചർച്ച മറുഭാഗത്ത് നടക്കുന്നുണ്ട്. ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റാതെ റയൽ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കിടന്ന് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണോ ചെയ്തു വെച്ചിരിക്കുന്നത്? അങ്ങനെയുള്ള വിമർശനങ്ങളും മറുഭാഗത്ത് വരുന്നുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. നമ്മൾ നോക്കുകയാണ് സംഭവിച്ച സൈനിങ്ങുകൾ. ആദ്യം തന്നെ പ്രഖ്യാപനം, എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യം, ഒലീസെ ടു റയൽ മാഡ്രിഡ് എന്നാണ്. ഓർക്കുന്നില്ലേ നിങ്ങൾ ആ ഒരു വോട്ടിങ്ങിൻ്റെ ഒക്കെ സമയത്ത്, റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് പോസ്റ്റിലേക്കുള്ള വോട്ടിങ്ങിൻ്റെ ഒക്കെ സമയത്ത് ഒരു വലിയ ഓഫർ കൊടുത്ത് താരത്തെ കൊണ്ടുവരുമെന്ന് പാരീസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനം, പിന്നാലെ അത് ഒലീസയാണ് എന്നുള്ള വിലയിരുത്തലുകൾ വ്യാപകമായിട്ട് വന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒലീസയെ കിട്ടിയില്ല. എന്നിട്ട് എന്താ ചെയ്ത്, 19കാരനായിട്ടുള്ള ഐവറി കോസ്റ്റിൻ്റെ താരം RB ലീപ്സിഗിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന യാൻ ഡയമണ്ടയെ കൊണ്ടുവന്നതോ 140 മില്യൺ യൂറോക്കാണ്. റയലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിങ് ആണ് നടന്നിരിക്കുന്നത്. വേർത്താണോ? 100 മില്യൺ ഉള്ളതുണ്ടോ പയ്യൻ? 140 മില്യൺ ഓവറല്ലേ എന്ന ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. ഒലീസയ്ക്ക് പകരം യാൻ ഡയമണ്ട് ശരിയാവുമോ? കഴിഞ്ഞില്ല. വിറ്റീഞ്ഞയെ കൊണ്ടുവരും, അല്ലെങ്കിൽ വിറ്റീഞ്ഞയെ അഡ്മയർ ചെയ്യുന്നു റയൽ എന്ന തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടതല്ലേ. പോർച്ചുഗലിൻ്റെ താരം, PSG വിറ്റീഞ്ഞ. എന്നിട്ട് കിട്ടിയതോ 32 വയസ്സുള്ള ബെർണാഡോ സിൽവയെ. ബെർണാഡോയെ സിറ്റി ഏതാണ്ട് ഒഴിവാക്കിയ മട്ടിലായിരുന്നു. അദ്ദേഹത്തെയാണ് ഇപ്പോൾ 32-ാം വയസ്സിൽ റയൽ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ സൈനിങ് ആണോ? ഹക്കീമിയെ പോലുള്ള ഒരു താരത്തെ അവർ ആഗ്രഹിച്ചിരുന്നു. ഹക്കീമി മുൻ റയൽ താരമാണ്. പക്ഷേ ആ നിലവാരത്തിലേക്കുള്ളൊരു താരത്തിന് പകരം ഡംഫ്രീസിനെ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ ഡംഫ്രീസ് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത്, അദ്ദേഹം ഒരു സമയത്ത് തീപ്പൊരി കളിയായിരുന്നു, അത് സംബന്ധിച്ചു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇനി ബസ്റ്റോണി സെൻറ്റർ ബാക്കായിട്ടേ, ബസ്റ്റോണിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്ക് ഒരു മികച്ച താരത്തെ വേണമെന്ന് കരുതിയെടുത്ത് കൊണ്ടുവന്നത് ആരെയാണ്? ഇബ്രാഹിമ കൊനാറ്റ. ഒരു പക്ഷേ പോയ സീസണിലൊക്കെ പ്രീമിയർ ലീഗിലെ വേഴ്സ്റ്റ് സെൻറ്റർ ബാക്ക് എന്ന രൂപത്തിലേക്ക് പോയി. അദ്ദേഹം ഫോമിലല്ല എന്നുള്ളൊരു ഘട്ടത്തിൽ അദ്ദേഹത്തെ എത്തിക്കുന്നു. റോഡ്രിയോ വേണം എന്നവർ ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. ഒടുവിൽ റോഡ്രി ഇല്ല. ഇനിയിപ്പോൾ ആരെയാണാവോ കൊണ്ടുവരിക? ഇതിനെയാണോ നിങ്ങൾ ഫ്ലോറന്റിനോ പെരസിൻ്റെ മാസ്റ്റർ ക്ലാസ് എന്ന് ചോദിക്കുന്നത് എന്ന് മറുഭാഗവും ചോദിക്കുന്നുണ്ട്. സോ ഇതിലേതു ഭാഗത്ത് നിങ്ങൾ നിൽക്കും? ഇതൊരു ഗലാക്റ്റിക്കോ സൈനിങ് നടന്ന സീസണാണോ? സമ്മർ ട്രാൻസ്ഫർ വിൻഡോയാണോ? അതല്ല ആഗ്രഹിച്ചൊന്നും കിട്ടാതെ കിട്ടിയതിൽ വെച്ച് സംതൃപ്തിപ്പെട്ട സീസണാണോ? റയലിൻ്റെ ടീം പെർഫെക്റ്റ് ആയോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.